أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. عن سهل بن سعد رضي الله عنه قال: ما عدوا من مبعث النبي صلى الله عليه وسلم ولا من وفاته ما عدوا إلا من مقدمه المدينة. സഹിൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികൾ കലണ്ടർ തുടങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമോ വഫാത്തോ അവലംബമാക്കിയില്ല. നേരെ മറിച്ച് അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതിനെയാണ് അവലംബമാക്കിയത്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷമോ നുബുവത്തോ കലണ്ടർ തുടങ്ങാൻ സ്വഹാബികൾ അവലംബമാക്കിയില്ല. കാരണം അവകൾ ഏതു വർഷമാണ് നടന്നതെന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വർഷം കൃത്യമായി അറിയപ്പെടുന്നതാണെങ്കിലും ആ വഫാത്ത് വീണ്ടും വീണ്ടും ഓർക്കപ്പെടുമ്പോഴുള്ള വിഷമവും സങ്കടവും കാരണമാണ് അതും വേണ്ടെന്ന് വെച്ചത്. ഇമാം സുഹൈലി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബത്ത് കലണ്ടർ തുടങ്ങാൻ ഹിജ്റ തെരഞ്ഞെടുത്തത് സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിൽ നിന്നാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ആദ്യ നാളിൽ തന്നെ ഭക്തിയുടെ മേൽ അടിത്തറപാകിയിട്ടുള്ള മസ്ജിദാണ് താങ്കൾക്ക് നമസ്കരിക്കാൻ ഏറ്റവും അനുയോജ്യം. സൂറത്തു തൗബ. ഇവിടെ ആദ്യ നാൾ എന്നാണ് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞത്. നിരുപാധികമായി ആദ്യ ദിവസം ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. മറിച്ച് ഇസ്ലാമിന് പ്രതാപം ലഭിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയനായി ഇബാദത്തെടുത്ത ആദ്യ ദിനം എന്ന് വ്യാഖ്യാനം നൽകപ്പെടും. സ്വഹാബത്ത് കലണ്ടർ തുടങ്ങാൻ തീരുമാനിച്ച അഭിപ്രായം ആയത്തിൽ പരാമർശിച്ച ആദ്യ ദിനം എന്നതിനോട് യോജിച്ചു വന്നു. സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിൽ നാം മനസ്സിലാക്കുന്നത് ആയത്തിലെ ആദ്യ ദിനം എന്നത് ഇസ്ലാമിക കലണ്ടറിന്റെ ആദ്യ ദിനം എന്നാണ്. സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട പള്ളി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നപ്പോൾ ആദ്യമായി നിർമ്മിച്ച മസ്ജിദുൽ ഖുബാ ആണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.